ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മളിപ്രാവശ്യം റൈവസായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എൻ്റെ അനിയൻ്റെ കൂടെ കളിക്കാം. അപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. ഇതിനകത്ത് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നു. കേട്ടിട്ട് മ്യൂസിക് സ്വിച്ച് ഒരു പാർട്ടി ഇതിനകത്തുള്ളവരെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പാർട്ടി എനിക്ക് അവനതുണ്ടോ? അതും കാണാൻ കഴിയില്ലല്ലോ. എൻ്റെ അനിയനെ അപ്പോൾ ഇൻവൈറ്റ് ചെയ്യണം എനിക്ക്. സ്റ്റാർട്ട് പാർട്ടി ഇൻവൈറ്റ് സെൻഡ് ചെയ്തു. ചിലപ്പോൾ വരുമല്ലേ. വന്നോ? ഇല്ല. വേറെ സാധനം ഡ്രൈവേഴ്സ് വന്നതാണോ? അയ്യോ, ഇൻവൈറ്റ് ചെയ്തേ. വരുമോ പ്ലീസ് ഒന്ന് വാ. അവൻ കൈജ് വിളിക്കുക, അതുകൊണ്ടായിരിക്കും. No response. Inviting again. Yes, joined. He joined me. Yeah, what? How are you gonna join? Huh? Hello. Arre. അവ അപ്പുറത്തായിരിക്കും റിപ്പോർട്ടായത്. ചെക്ക് ഔട്ട് സൂപ്പർ ഗോൾഫ്. അരെ അപ്പു അവരെ അരെ. ഇവിടെ കാണും. ഒന്ന് പാട് വാ. ഇവിടെ വല്ലതും കാണാൻ സാധ്യത കൂടുതൽ. ഇവിടെ ആർക്കും എന്തോ ഇങ്ങനെ ഗ്രേ ഷാഡോ. ഞാൻ വിചാരിച്ച കറുത്തിരിക്കുന്നോണ്ട് ഷാഡോ എന്ന് പേരിട്ടായിരിക്കും. തമാശ കൊള്ളത്തില്ലല്ലേ? ശരിയാ. ഞാൻ ഒന്നും കൂടെ റീജോയിൻ ആയി നോക്കട്ടെ അവൻ എന്തോ കളിക്കുന്നെന്ന്. അപ്പോൾ ഇവിടെ ഇല്ലേ? എവിടെ ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും റീജോയിനായി. അവൻ ജോയിനായി കാണുമോ എന്തോ. വാടേ ഇങ്ങോട്ടിത്ര സ്ലോ ആയത്. പടപടന്ന് വരുന്നതായിരുന്നു. അയ്യോ, ഇല്ലേ പോയാങ്ങി ഉണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ഇൻവൈറ്റ് ചെയ്തോളൂ. ഒന്നും ചെയ്യാനുണ്ടാണല്ലോ. ഇവിടെ ഒന്നും വരണ്ടയാ. ഇവിടെ പോയുണ്ട്. പാർട്ടി കൊടുക്കുന്നുണ്ട്. 2 people active. Join a new server. അപ്പം മറ്റേ സ്ഥലത്താണോ? അവൻ എന്നെ അങ്ങോട്ട് ജോയിൻ ആക്കി. ഇതാണ് 2 3 2 1 സ്റ്റാർട്ട്. അവളുള്ള സൗഹൃദമാണോ? ഇത് മൊബൈലുള്ള സർവർ ഉണ്ടല്ലോ. ഇവിടെ കാണാം. അവ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ജോയിൻ അവിടെ കാണാം. ഇവിടെ കാണുമായിരിക്കും മൊബൈലുള്ള സർവർ. ടാബുള്ള സർവർ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടറുള്ള സർവർ ഉണ്ടായിരുന്നു. എന്തൊക്കെ സർവറുണ്ട്?
ഉണ്ടോ ആവാൻ ജോയിൻ ഓൺലൈൻ people എവിടെ ഞാൻ അവനെ ജോയിനായി 5 മിനിറ്റാണ് ഒരാളുടെ കൂടെ ജോയിൻ ആവാൻ എടുക്കുന്നത്. എത്ര നേരം കൊണ്ട് ജോയിൻ ആവുക? അവ ഇവിടെ വല്ലതും കാണും. തോണ്ട് പോകുന്നു. അതവനായിരിക്കും. അവനാണിത്. തൊപ്പി നീട്ടുകൊണ്ട് പോകണം അവനേ ഉള്ളൂ. അല്ലേ അപ്പം പിന്നെ ആരാണ് ഞാൻ പേര് മാറ്റിയായിരുന്നു? അങ്ങനെയെല്ലാം വരില്ലല്ലോ. നീയല്ല ഇതുപോലെ ആരൊക്കെ ഉണ്ട് ഇതിനൊക്കെ പാർട്ടിയിൽ? അവൻ പോയാ കളി എടുത്തു പോയി. നീളൊക്കെ ആയിട്ട് ഞാൻ ജോയിൻ ആവുന്നത് അവൻ്റെ കൂടെ വിളിക്കാം. കളി സ്റ്റാർട്ട് ചെയ്ത് ഇത് എല്ലാവരും കോൺസെൻട്രേറ്റ് ആയിട്ടുണ്ട്. എന്തിനാണ് അയ്യോ അവ അപ്പുറത്തെ സൈഡെത്തി. നമുക്ക് അതിൻ്റെ മണ്ടേ കയറാൻ പറ്റും. ഇതിൻ്റെ മണ്ടേ കയറണമായിരുന്നു. അവൻ്റെ സ്നൈപ്പറായിരിക്കുന്നു. നമ്മളിവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ച് അയ്യോ ഞാൻ ഇവിടെ ചെന്നോ ചെയ്യാനാ? പഴിച്ചിട്ട് സ്നൈപ്പർ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അവിടെയൊക്കെ ഇതുകൊണ്ട് പോയിട്ട് നമുക്ക് ഇത് വെച്ച് സ്കോപ്പ് അടിക്കാം. ഓടിച്ചോ. പെട്ടു ഇവിടെ ഇതുണ്ടാ? ഗ്രൈൻഡാ തെറിച്ചങ്ങ് പോണേ ഇവിടുന്ന്. ഓക്കെ, ഒന്നും വിചാരിക്കാതാരും ചത്ത് ബോട്ട് സ്വിച്ച് വെപ്പൻ വേണ്ട. ഇതാരി പൊട്ടിച്ചത്? കൊടുത്തു ചുമ്മാ പഠിച്ചോ. ശേ എന്നാ മതി. മോശം ഇത് കറങ്ങി വരട്ടെ. നമ്മൾ ചാടിപ്പോകുന്നുണ്ട് ഇതിനകത്തോട്ട്. നമ്മൾ തെറിച്ചങ്ങ് പോകും. കറങ്ങി വരട്ടെ. വേടാവുന്നു. ചാടിയൊന്നും പോകണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ചേട്ടൻ മതിയാണ്. ഇവിടെ ഇത് കുറച്ച് ദൂരെയാണല്ലോ. അവനെ കാണല്ലേ. അയ്യോ സ്ഥലം മാറിയില്ലല്ലോ. 100 കൊടുത്ത് ഞാൻ. അവ 50 എനിക്ക് 100 ചോദിച്ചാൽ ഞാൻ 100 കൊടുത്തു. അവനെ കൊല്ലാൻ പറ്റി. പട്ട് ചത്ത്.
ഒരു 50 കൂടെ കൊടുത്തായിരുന്നെങ്കിൽ ജയിച്ചേനെ. ശരി ഇങ്ങോട്ട് കയറാം. വരുന്നില്ല ആരും. പിന്നല്ലോ കൺസ്ട്രക്ഷൻ അത് തന്നെ. എല്ലാവരും കൺസ്ട്രക്ഷൻ സൈറ്റ് വെച്ച് അപ്പുറത്താണ്. നമ്മൾ ഇവിടുന്ന് എൻ്റെ കയ്യിരിക്കുന്ന പൊട്ടാസ് പൊട്ടോടെ ചാടിക്കോ, മാറിക്കോ. ഓക്കെ ചത്ത്. എൻ്റെ ഫ്രണ്ട് പൊളിയാണ്. Don't think of it. My friend is so poly that I don't need to do one thing. എനിക്ക് ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഇതിൻ്റെ മണ്ട വരുന്നില്ല. ഭാഗ്യം. എൻ്റെ ഫ്രണ്ട് ചത്ത ഞാനും തീർന്നു. പേടി ഇങ്ങോട്ടിട്ടിട്ട് പറ്റിയില്ല. അതിൻ്റെ മണ്ടയിൽ കയറുമ്പോൾ അത്ര സേഫൊന്നുമല്ല. അവന്മാർ വെടി വെച്ച് പൊട്ടിക്കും. കളത്തിറങ്ങി തന്നെ കളിക്കാം. പട്ട് അതിൻ്റെ ഷീൽഡുണ്ട് ഉണ്ടോ, പൊട്ടൂല അത്. കട്ടാന തലയടിച്ച് പൊട്ടിയിട. അത് അല്ല, തലയടിച്ച് പൊട്ടിച്ച്. വെടി വെച്ച് പൊട്ടിച്ച്. തലയടിച്ച് പൊട്ടിച്ച്. വേറൊരു തരമുണ്ടല്ലോ ഇവിടെ. സ്റ്റാച്ചു ആയിപ്പോയാ ബ്രോ. അവനെവിടെ പോയി? അതോ നടക്കുന്നു. എവിടെയും പോയിട്ടൊന്നുമില്ല. തലയടിച്ച് പൊട്ടിച്ചവൻ്റെ എല്ലാവരുടെ തലയടിച്ച് പൊട്ടിച്ചു. എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. അവൻ എന്തൊരു പ്ലെയറുടെ എൻ്റെ കൂടെ നടക്കുന്നത്. നമ്മൾ പ്രോമാക്സ് ആണെന്ന് അവൻ അറിഞ്ഞുകൂടല്ലോ. ഒന്നവനെ ശരിയെന്തോന്നു ഇവിടെ പൊട്ടാസം പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് എടാ അത് പൊട്ടിച്ചാൽ നമുക്ക് ഹെൽത്ത് പോവല്ലേ? ശരിയാ. ടാസ്ക് 20 എല്ലാം കംപ്ലീറ്റ് ആറായി. ഇതങ്ങോട്ട് പോയി. അതെങ്ങോട്ട് പോയി? ഉണ്ടാ നിങ്ങൾ റൈവൽസിൻ്റെ വെളിയിൽ ഇങ്ങനെയൊക്കെ. അങ്ങോട്ട് ചാടാനുള്ള പോക്കായിരിക്കും. തന്നെ കയറി. എല്ലാവരും ചോദിക്കും ആരാണ് യവനാണ്. No look up of the water because somebody will put it from there. ഒരു RPG ട്ടി എനിക്ക് വെളിയിറങ്ങാം. ഇതെന്തോന്ന്? എത്ര പേരെ ഇവിടെ 2v2 4v4
ടു വി കൊള്ളാമല്ലോ 3 പേരൊക്കെ. എൻ്റെ വെച്ച് അവിടെ വലിയ പിടിയായിരുന്നു. ടു വി ചാടിക്കറി. ഇതിൻ്റെ ഇവിടെ എന്തായിരിക്കും? ഇല്ല, ഇവിടെ എനിക്ക് വെളിയിൽ പോവാം. അയ്യോ വീഴല്ലേ. ഇനി അവിടെ ചാടിക്കറി. അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് വെളിയിറങ്ങാം അവസാനമായിട്ട്. അല്ലല്ല, അവിടെ എനിക്ക് ക്രൗച്ച് ചെയ്ത് നിൽക്കാം. അയ്യോ, ചാടാൻ പറ്റത്തില്ല. ചാടിയിട്ട് അങ്ങോട്ട് പോവാം. ക്രൗച്ച് ചെയ്തുകൂടായിരുന്നോ? ക്രൗച്ച് ചെയ്ത് കയറാൻ പറ്റും. അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യണം. സ്ലൈഡ് ചെയ്യാൻ കിട്ടൂല. ക്രൗച്ച് ചെയ്ത ജമ്പിങ് അത് കുറയും. ഭയങ്കര പാടാല്ലേ. കയറി പോയി. ഇവിടെ ആദ്യം സുഖമായിട്ട് പോവായിരുന്നു അങ്ങോട്ട്. എന്നെ വലിച്ചെടുക്ക്. ഇവിടെ ഒന്ന് വലിച്ചെടുക്കൂ അല്ലേ? നമ്മൾ ചോദിച്ചു പറഞ്ഞു. ഞാനുണ്ട്. പോയി എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാടാ. സോറി ഫോറിനൊന്നും ആരുമില്ലേ? എന്താന്ന് വെച്ച് അറിയില്ല. ഓക്കെ, RPG സ്കോപ്പിട്ട് കളിക്കാം. എൻ്റെ കയ്യിരിക്കുന്ന സ്നൈപ്പറും എല്ലാം ആയിരിക്കും. എന്താ കാര്യം കളിക്കാറുണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ തല അടിച്ച് പൊട്ടിക്കേണ്ടായിരുന്നു. പ്രോ പ്ലേസ് ഉണ്ടായിരുന്നു. RPG കയ്യിലുണ്ട്. 100 കൊടുത്തത്. എന്നെ കൊല്ലാനല്ലേ? കൊന്നു. ലോലിമോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ലോലുണ്ട്. നമ്മൾ ചാടി അല്ലല്ല ലോലല്ല, അത് ലൂസറിനാണോ? ലൂസറിനാണെന്ന് തോന്നുന്നു. ലൂസറിനാവും. അത് ലൂസറിനാണ്. നമ്മൾ ചാടി 4 കീസ് എന്തിനാ?
ഇപ്പം ഞാൻ ഒരു ആവശ്യമില്ലാതെ ഒരു നൈഫ് മേടിച്ച് എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആവശ്യമില്ലാതെ ചുമ്മാ മേടിച്ച് ഒരു നൈഫ്. എനിക്കൊരു ഗൺ വേണം. ബോ 15 ബോ കൊള്ളാവോ? ട്രൈ ഔട്ട് ഫോർ ഫ്രീ ഉണ്ടല്ലേ? ഓ അതല്ലാതെ ഇങ്ങനെ വരുന്നു. ഒരാളെ കൊല്ലം എത്ര ഇതെടുക്കും? ഓ അങ്ങനുണ്ടോ? 60 പെർ ഹിറ്റ്. അതിങ്ങനെ ഷൂട്ട് ചെയ്യാവോ? ഒരു ബോ മേടിക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. അടുത്ത ഗോൾ ബോ 60 പെർ ഹിറ്റ്. പിന്നെ ഫുൾ ചാർജ് അപ്പ് ആയി കഴിഞ്ഞാൽ തലയടിച്ച് എന്തുമായിരിക്കും? 60. ഇതെന്തിനാ ഇതെന്തിനാണെന്ന് നോക്കാം. ഇതൊന്ന് നോക്കാം. നമുക്കിപ്പോൾ കട്ടാന പിന്നെ പോകുമ്പോൾ ചോടോ ഇത് തന്നെ എടുക്കൂടാ. എൻ്റെ പോലെ പറപ്പിച്ചാണ് സാധനം. ഓ ഡാഗറുമായിട്ട് വന്ന് കൊല്ലുന്നു. ഇതെറിയുന്നതാണോ? ആ ഇതെറിയുന്നതാണ്. എല്ലാത്തിനെയും എറിഞ്ഞ് വീഴ്ത്തും. ഇതിനത്ര സംഭവം അത് കൊള്ളാമല്ലോ പറഞ്ഞാണെങ്കിൽ. പ്ലെയറിനെ അവരടിച്ച് വീഴ്ത്തി. ഞാൻ യോമാരെ രണ്ടുപേരും പൊലിപ്പിക്കാൻ പോകും. കട്ടാനം ഉള്ളാവോ? അരിഞ്ഞം കളയുക. സവാള ഗിരിയാണ് ഇത്. അവിടെ നിന്ന് ഞാൻ ഇന്നായി പോകണം. കൊള്ളാം എല്ലാം കൊള്ളാം. ഈ എലിമിനേറ്റ് ഇതും ഈ പ്ലേ ഡുവൽസും കൂടെ കഴിഞ്ഞാൽ പ്ലേ ഡുവൽസ് എലിമിനേറ്റ് ഇതൊക്കെ ഞാൻ എവിടെ ഇതിൻ്റെ അകത്തായിരുന്നു. ഞാൻ 38 കളിയെ കളിച്ചിട്ടുള്ളൂ. പാവമാണ് ഞാൻ. ടെലപ്പോർട്ടിങ് വരുന്നുമില്ലല്ലേ. പോയി എല്ലാമേ പോച്ച്. ആ 2-2. ഓ എനിക്ക് കിട്ടിയ ആൾ പൊളിയാണ് കുറച്ച്. എല്ലാവരും എന്നതാണ്. എനിക്ക് എവിടെ കൂടെ പോവാം. ബാറ്റിൽ ഗ്രൗണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് കളിക്കുമ്പോഴാണ് ഈ ബാറ്റിൽ ഗ്രൗണ്ടിൽ കയറിയത്. പിന്നെ ഞാൻ ബാറ്റിൽ ഗ്രൗണ്ടിൽ കയറിയിട്ടേ ഇല്ല. എൻ്റെ അടുത്ത് വരുന്നോ? അടുത്ത് പൊട്ടിച്ചു തരും. ഓ എൻ്റെ ഫ്രണ്ടിൽ പോയാ സൈതാമോ? ഓക്കെ
ഫ്രണ്ട് ഓ ഫ്രണ്ടിൻ്റെ സ്നൈപ്പറില്ല. എന്ത് പ്ലെയറാ? ഫ്രണ്ടിൻ്റെ സ്നൈപ്പറില്ല. എടാ എന്നെ തലയടിച്ച് പൊട്ടിച്ചടാ. പ്രോ പ്ലെയർ. അവനവിടെ ഇരിക്കുമ്പോൾ ഒരു ഗ്രനേഡ് അങ്ങ് ഇട്ട് കൊടുക്കും. സന്തോഷമാണ്. ഇതാ ഇവിടെ സൈത്താമ 100 കൊടുത്തു. എന്നെ കൊന്നറ. മോൻ്റെ കയ്യിൽ വെപ്പടേതായിരിക്കുന്നു. എടാ അവന് കുറച്ച് ഹെൽത്തേ ഉള്ളൂടാ. 15 ഹെൽത്തും കൂടെ ഉള്ളായിരുന്നുള്ളൂ. സ്നൈപ്പർ ഇല്ലാതെ വലിയ കട്ടമായിപ്പോയി എൻ്റെ ഫ്രണ്ടിന്. ഇതൊന്നും ഒന്നും സംഭവിച്ചില്ല. അയ്യോ എൻ്റെ മോനെ. അയ്യോ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ. സൈത്താമയും കൂടെ ഉള്ളൂ. സൈത്താമ ഓക്കെ. സൈത്താമ വിത്ത് RPG. സൈത്താമ വിത്ത് RPG. കൊന്നു ഒരു റൗണ്ടെങ്കിലും എടുത്തല്ലേ. സൈത്താമ എവിടെ പോയത്? കൊന്നു. തലയടിച്ച് പൊട്ടിക്കാനായിരുന്നു. തലയടിച്ചറ എന്നെ. ഫ്ലെയിം ത്രോർ ചത്തിരിക്കുന്നു. RPG ഇടുന്നിട്ട് കാര്യമില്ല. സ്വിച്ച് വെക്കാൻ റൈഫിൽ തന്നെ എടുക്കാം. നൈഫ് ഇടുക. പ്ലാസ്റ്റിക് എണ്ണ. ഓക്കെ എൻ്റെ തലയടിച്ച് പൊട്ടിച്ച്. മെഡിക്കേറ്റ്. ഇത് കെട്ടിത്തുന്നി വരുമ്പോഴത്തേക്കും കുറേ നേരം ആവുമല്ലേ. തലയടിച്ച് പൊട്ടിച്ചു. ആകെപ്പാടെ 150 ഹെൽത്തേ ഉള്ളൂ. അത് ഞാനല്ലേ കള്ളച്ചക്ക. ഇതെൻ്റെ പഴയ ഫോമായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു പണ്ട്. അടച്ചു കൂട്ടിയ. അപ്പോൾ ഗെയിം സ്റ്റേഷൻ തന്നെ അടച്ചു കൂട്ടി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.